എൻ്റെ മോനെ ആ കിട്ടുന്ന ശനി ഞായറോ ഫുള്ളായി. ഞാൻ ഇത്രയും പറഞ്ഞൊന്ന് റെക്കോർഡായിട്ട് ട്രാക്ഷൻ ഓഫ് ആക്കി നോക്കാം. നോക്കിയേ വെള്ളിക്കൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മ ഈവനിങ് അതൊരു സ്മോൾ സ്പിൻ മാടേപ്പാറയിലേക്കൊന്ന് പോയിട്ട് വരാം. കാരണം അത്യാവശ്യം വെയിലുണ്ട്. അടുത്തുമ്പോഴത്തേക്ക് ഒരു നൈസ് ആംബിയൻസ് സൺസെറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. എനിവേ ലെറ്റ്സ് സീ. എൻ്റെ പരം വേറൊരു ടൈഗറും പിന്നെ ഒരു DRZ 400 കൂടി ഉണ്ട്. ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി പോയി. നേരത്തെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാം. Come on guys. അവർ കുറച്ച് നേരമായി തന്നെ വെയിറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് DRZ 400. ഭയങ്കര റെയറായ വണ്ടി. കേരളത്തിൽ തന്നെ 1-2-3 കണ്ട് ഇമ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത ഫുള്ളി ലീഗൽ. അതിൻ്റെ എക്സോസ്റ്റും എല്ലാം ഒരു മത്താപ്പ് സാധനം എന്നൊക്കെ പറയാം. ഓ എൻ്റെ മോനെ അടിച്ച് വരുന്നുണ്ടെങ്കിൽ എടുത്തുമ്പോഴത്തേക്കാണ് തീരുമാനമാകും. എന്താ ഇറക്കി വിടുന്നു പെട്ടെന്ന്. അതെന്ത് പറ്റിയമ്മ? ഓപ്പൺ ആയിരുന്നല്ലോ ഇന്ന് രാവിലെ എല്ലാം. ഇപ്പോൾ ക്ലോസ് ചെയ്താ. ഗൈസ്, വൺസ് നമ്മളെ വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്താണ്ടല്ലോ പിന്നെ ഒരു ടൈമും കിട്ടില്ല ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കിട്ടുന്ന ശനി ഞായറോ അതാണ് വേറെ സീൻ. ഇപ്പോൾ എൻജോയ് ഉണ്ടല്ലോ, നേരത്തെ എൻജോയ് ചെയ്തോ. ലൈഫ് തുടങ്ങിയാൽ പിന്നെ ഇറ്റ്സ് സീരിയസ്ലി ഗെറ്റ് സ്റ്റക്ക് ഇൻ ദിസ് വീക്കെൻഡ്സ്. അതാണ് ഇഷ്യൂ. അത്യാവശ്യം വെയിലുമുണ്ട് ചൂടുമുണ്ട്. തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി സുഖമായിരിക്കും. ലൈക്ക് സണ്ണൊക്കെ ഒന്ന് ഡൗൺ ആയി സെറ്റായി ഇത് ഡാമേജ് ആയിരിക്കും. ഒന്നാമതിപ്പം മാടേപ്പാറ ഫുള്ള് നമ്മളെ കർണാടക ടീംസാണ്. അവരിപ്പം മറ്റേ കൊട്ടിയൂർ അങ്ങനെല്ലാം പോയിട്ട് നേരെ അങ്ങോട്ട് ലൈക്ക് മാടേപ്പാറയെല്ലാം കയറിയിട്ടാണ് പോലെ. ഓമ്പി ഓമ്പേ 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 KSRTC ആയതുകൊണ്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ
KSRTC ഒക്കെ സൈഡ് വരും. ഞാൻ മോനെ അത് ഓപ്പൺ ആയിരുന്നല്ല. പക്ഷേ വേറെ വേണ്ടല്ലോ, നമുക്ക് അപ്പുറത്ത് നിന്ന് ആദ്യം ഇറങ്ങണം. അതുകൊണ്ട് വേണ്ട. ഗൈസ് സ്റ്റോറേജ് ഫുള്ളായി. ഞാൻ ഇത്രയും പറഞ്ഞൊന്ന് റെക്കോർഡായിട്ട് സ്റ്റോറേജ് ഫുള്ളായി ഓഫായിപ്പോയി ക്യാമറ. അവരെങ്ങോട്ടാ പോയത്? ഇങ്ങോട്ടേക്കല്ലേ? യെസ്, നമ്മളിപ്പോൾ ഒരു ZX 10R കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണാത്ത ഇറക്കന്നെ. യെസ്, തിരക്കാരനെ അടുക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ അവനെടുക്കാൻ പറ്റില്ല. എടാ ഒറ്റ സ്ട്രെച്ച് പോടാ, ഒറ്റ സ്ട്രെച്ച് പോ. ഓഹോ, നിനക്ക് വരാൻ പറ്റുമോ? ആ ത്രെഡിലേ വാടാ, അതിലേ വന്നോ. മൂട് വേർത്തിട്ടോ. ZX പെട്ട് കുറച്ച് പണിയാവും, ചളിയും പിന്നെ റൈഡിങ് ഹൈറ്റ് കുറവായതുകൊണ്ട്. ട്രാക്ഷൻ ഓഫ് ആക്കി നോക്കാം.
കറക്കാന്നുള്ളതാ, ഞാൻ വെറുതെ ട്രാക്ഷൻ ഓഫ് ആക്കിയിട്ട് ഫസ്റ്റ് ടൈം എടുക്കുന്നു, നോക്കട്ടെ. ഒന്നുകൂടി നോക്കാം, ചിലപ്പം പടക്കടിച്ച് പോവും. പരിപ്പളകി ഗൈസ്, എൻ്റെ മനെ കിതക്കാൻ തുടങ്ങി. ട്രാക്ഷൻ ഓണാക്കട്ടെ. ട്രാക്ഷൻ ഇല്ലെങ്കിൽ ഗൈസ്, കാരണം അത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. ക്ലച്ചിൽ തന്നെ കളിക്കണം. ഫുള്ള് ചാളി പൊടിയായിട്ടുണ്ടോ കാണിച്ചറ ആണോ? 10 hour വരുന്നുണ്ട്. ഈസി ഈസി. എൻ്റെ അമ്മ നോക്കി നേരെ കൊണ്ടേ കുളിപ്പിച്ചോ, അത് നോക്കി. Shit guys. ട്രാക്ഷൻ ഉണക്കുമ്പോൾ സെറ്റായി ഗൈസ്, വണ്ടി കറക്റ്റ് കൈ നോക്കുന്നുണ്ട്. ഫുള്ള് ചളിയായി, പാൻ്റെല്ലാം ചളിയെന്ന് വീട്ടിൽ നിന്ന് കൊല്ലുന്നു. ഓ എന്ത് തിരക്കാ. കുട്ടി ചെറിയ കുട്ടി നോക്കുക. ശരി, അപ്പോൾ ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഓഫ് റോഡൊന്ന് ഇറക്കി സ്പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ട്രാക്ഷൻ കൂടെ ഓഫാക്കി തരാം. ഫുൾ പവർ അങ്ങ് വണ്ടീൻ്റെ.
ഒന്ന് കറങ്ങാൻ തുടങ്ങി. സോ ഇറ്റ് വാസ് ഫൺ, നൈസായിരുന്നു. ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് വേറൊരു സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് വൈബിൻ്റെ സ്ഥലം, അവിടെ നിന്ന് പോയിട്ട് കഴിച്ചു. അമ്മാരവിടെ പോയാ ആ പ്ലേസും കൊള്ളാം, നല്ല രസം, നല്ല ആംബിയൻസിൻ്റെ സ്ഥലം. മാടായിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണത്, അവിടെ ഒരു ആംബിയൻസ് കിട്ടും. ഓ ട്രാക്ഷൻ ഓണാക്കുമ്പോൾ കേട്ടോ വണ്ടി ഒന്ന് കൺട്രോൾ വരുന്നു സത്യം പറഞ്ഞാൽ. എക്സ്ക്യൂസ് മേ. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. ഇവിടെ നല്ല സ്പീഡ് കൂട്ടിയാലും നാട്ടുകാർ ഇവിടെ നിർത്തൂല. ഇവിടെ കുറച്ച് മുന്നോട്ട് വേറെ നല്ലോണം കിട്ടും, അതുകൊണ്ട് നല്ല പോവാ. വയലാണ്, പുഴയെല്ലാം തോന്നുന്നു. പക്ഷേ ഇവിടെ 5 പ്രാവശ്യം യെസ്. ഇതാണ് സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താടാ? പേര് പറയൂ, സ്ഥലത്തിൻ്റെ പേര്. ഇല്ലിക്കൽ, വെള്ളിക്കൽ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ പുഴയായിരുന്നില്ല 2 സൈഡിലും. അതല്ലേ ഇത്? അതന്നെ ഇത് വെള്ളം കയറുന്ന. നീ ആടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു പാലം ഉണ്ടോ? അതിതല്ല അല്ലേ? അപ്പം ഞാൻ ഉദ്ദേശിച്ചല്ലടാ. നല്ലൊരു റൈഡ്. എന്നൊരു ചായയും കൂടി കുടിച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇറ്റ് വാസ് ഫൺ. ഞാൻ വിചാരിച്ചു വലിയധികം ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഓഫ് റോഡ് ഇറക്കി കുറച്ചൊക്കെ ഇങ്ങനെ കളിച്ച് മണ്ണിൽ നൈസായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒരു ഹാപ്പി വൈബ്. ഇപ്പം ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇരുട്ടായില്ലേ, ലൈറ്റുമില്ല. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വ്ളോഗ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.